all be built and ready very soon so that all of you can participate and make them strong businesses and strong workplaces for yourselves. അതുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ തറക്കല്ലിടുന്ന ഇത് എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കി അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമം ആകുമെന്നും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നടത്താൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. Your panchayat has a lot of scope for tourism. It's so beautiful, the natural beauty. You have a lot of assets in that way. നമ്മുടെ പഞ്ചായത്ത്, ഈ തവിഞ്ഞാൽ പഞ്ചായത്ത് ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതകളുള്ള സ്ഥലമാണ്. വളരെ പ്രകൃതി മനോഹരമായ ഒത്തിരി സൗകര്യങ്ങളുള്ള ഈ പ്രദേശം വളരെ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. So I'm very happy to see projects like this which will help you to attract more tourists and also to build the tourism industry here. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കൂടുതലായി ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നതും അവരെ ആകർഷിക്കാൻ കഴിയുന്നതുമായ പദ്ധതികൾ, അവർക്ക് നമ്മൾ എന്താണ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. And my compliments to the panchayat for involving the community in these projects and for involving the sisters of Kudumbashree especially. അത് ഞാൻ പഞ്ചായത്തിന്റെ ഭരണാധികാരികളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സമൂഹത്തെ മുഴുവൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട്, പ്രത്യേകിച്ച് എല്ലാ സമൂഹങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. You have also taken some good initiatives in education. I've been told that you've installed interactive panels in all the lower primary and upper primary schools. That is a very, very useful thing that you have done. വിദ്യാഭ്യാസ മേഖലയിലും വലിയ കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജില്ലയിൽ ആദ്യമായി തന്നെ ഇന്ററാക്റ്റീവ് പാനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകൾ കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയ രീതിയിൽ ഉപകാരപ്രദമാവുന്നതാണ്. As you all know, my brother Mr. Rahul Gandhi had provided an ambulance here for palliative care, and the panchayat itself has appointed 2 nurses as well. അതുപോലെ തന്നെ എന്റെ സഹോദരൻ MP ആയിരിക്കുമ്പോൾ ഇവിടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ പഞ്ചായത്ത് തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 2 പേരെ അതിന് നിയമിച്ചിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. I'm also very happy that you're doing a lot of work for waste recycling, because very often we forget, and I've seen many places across India where the tourism potential is very strong, beautiful natural beauty and all, but it's littered with garbage and waste. And so we always forget that keeping these places clean, preserving them, keeping them natural in their natural beauty is very, very important. So for that, waste recycling is very, very important, and I'm glad that you're doing work regarding that subject as well. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിനും വലിയ രീതിയിലുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, അവിടെയെല്ലാം ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴും അവിടെയെല്ലാം പ്രകൃതി മനോഹാരിത കൊണ്ടും ടൂറിസ്റ്റുകളെ തങ്ങൾ ആകർഷിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാവും. പക്ഷെ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മാലിന്യം വളരെയധികം റോഡുകളിൽ കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു പേരുദോഷമുണ്ടാക്കുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വലിയ ഒരു ഉദ്യമവും കൂടിയാണ്. So ICG told me that this is his panchayat where he started from, and I am very, very proud that today there is a lady leading it as well. My compliments to all of you. I hope that everything you try to do is successful and that these projects take fruition very soon so that I can come and have some coffee in your cafeteria. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യ MLA IC ബാലകൃഷ്ണൻ ഇതേ പഞ്ചായത്തിൽ നിന്നാണ് എന്നാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ എത്രയും പെട്ടെന്ന്